ഹായ് ഫ്രണ്ട്സ്, നെറ്റ്വർക്കിംഗ് ദ ബിസിനസ് സ്ട്രാറ്റജി. നെറ്റ്വർക്കിങ്ങിലൂടെ എങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കാം, അതുപോലെ നെറ്റ്വർക്കിംഗ് അതിനുവേണ്ടി എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്ന് ബിസിനസ്സുകാരുമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നെറ്റ്വർക്കിംഗ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലക്കും അതല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലക്കും ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ബിസിനസ് തലത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഒന്നാമത്തേത് ജനറേറ്റ് ന്യൂ ക്ലയൻസ് ഓർ ബിസിനസ് ലീഡ്സ് എന്നുള്ളതാണ്. നെറ്റ്വർക്കിങ്ങിലൂടെ നമുക്ക് പുതിയ പുതിയ ബിസിനസ് ക്ലയൻസിനെ കണ്ടെത്താനും പുതിയ ലീഡ്സുകൾ ലഭിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് റൈറ്റ് പീപ്പിൾ ടു ഫിൽ ക്രിട്ടിക്കൽ പൊസിഷൻസ് എന്നുള്ളതാണ്. നമ്മുടെ സ്ഥാപനത്തിലെ നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള പൊസിഷൻസ് ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റാഫുകളെ അതിലേക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും. മൂന്നാമത്തേത് പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻഫർമേഷൻസ് ആൻഡ് റിസോഴ്സസ്. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കാനും അതുപോലെ തന്നെ റിസോഴ്സസ് സാധ്യമാക്കാനും ലഭ്യമാക്കാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തേത് അസിസ്റ്റ് ഇൻ പ്രോബ്ലം സോൾവിങ്. നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ബിസിനസ് ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള കണക്ടിവിറ്റിയിലൂടെയും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയൊക്കെ നമുക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കാൻ കഴിയുകയും അതിലുള്ള എക്സ്പീരിയൻസ് നമ്മൾ നേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി എന്നുള്ളതൊക്കെ ഈ കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നത് നോക്കാം. ഒന്നാമത്തേത് എൻഹാൻസിങ് അവർ സോഷ്യൽ റിലേഷൻഷിപ്സ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സാമൂഹികമായ ബന്ധങ്ങൾ കൂടുതൽ വളർത്തിക്കൊണ്ടുവരുവാനും കൂടുതൽ ആളുകളെ പരിചയപ്പെടാനും കൂടുതൽ കണക്ഷൻസ് ഉണ്ടാക്കുവാനും സാധിക്കുന്നു. അടുത്തത് ഹെൽപ്പ് യു ഫ്രം അക്വൈൻറ്റഡ് വിത്ത് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ഏരിയാസ് എന്നുള്ളതാണ്. വ്യത്യസ്ത കൾച്ചറിൽ നിന്നുള്ള, വ്യത്യസ്ത ബിസിനസ് ഏരിയകളിൽ നിന്നുള്ള, വ്യത്യസ്ത സോഷ്യൽ ആക്ടിവിറ്റീസിലുള്ള ആളുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കണക്ടിവിറ്റി അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളതാണ്. ഇനി ഈ നെറ്റ്വർക്കിംഗ് എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. പ്രശസ്ത ഓഥർ ജെഫ് കെല്ലർ ഇതിനു വേണ്ടി നമുക്ക് 16 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 16 കാര്യങ്ങളും അദ്ദേഹം 4 ഹെഡുകളിലായി ക്രോഡീകരിച്ചുകൊണ്ടാണ് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തേത് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആക്ഷൻ എന്നുള്ളതാണ്. അതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് പ്രൊജക്റ്റ് എ വിന്നിങ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. എപ്പോഴും ഒരു വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഏത് കാര്യത്തിലാണെങ്കിലും, ലൈഫിലാണെങ്കിലും നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നമ്പർ 1 സ്ഥാനത്തിരിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവായിരിക്കുകയും ഒരു വിജയി അല്ലെങ്കിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തേത് പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് എന്നുള്ളതാണ്. നമുക്ക് ധാരാളം ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ ബന്ധമുണ്ടാകാം, ഓർഗനൈസേഷനുമായി നമ്മൾ കണക്റ്റഡ് ആയിരിക്കാം. ഇത്തരം എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ ഭംഗിയായി ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആകുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മെ ഓർത്തിരിക്കുകയും മാത്രമല്ല നമ്മുടെ ബിസിനസ് എന്താണെന്ന് അവർ മനസ്സിലാക്കുകയും അതിലൂടെ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാനും നമ്മുടെ ബിസിനസ് മാർക്കറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. മൂന്നാമത്തേത് സെർവ് അതേഴ്സ് ഇൻ യുവർ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. നമുക്ക് ബിസിനസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്കും ബിസിനസ് കൊടുക്കാനും മറ്റുള്ളവരെ സെർവ് ചെയ്യാനും മറ്റുള്ളവരുടെ ബിസിനസ്സിൽ എന്തൊക്കെ സഹായം നമ്മൾ മുഖേന ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുക്കാനും നമ്മൾ ശ്രമിക്കണം. കാരണം ഒരാൾക്കൊരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ, ഒരാൾക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി അവരെപ്പോഴും കാണുകയും നിങ്ങളെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വല്ലതും കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അടുത്ത ഹെഡ് വരുന്നത് റെഫറൽസ് ആണ്. നമ്മൾ ബിസിനസ് മറ്റുള്ള നമ്മുടെ കണക്റ്റ് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കുകളിലേക്കൊക്കെ റെഫർ ചെയ്ത് കൊടുക്കണം. ഈ റെഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, ബി എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ
തീർച്ചയായിട്ടും അത് നിങ്ങൾ മുഖേനയുള്ള റെഫറൽ ആണ് എന്നുള്ളത് ഈ ആരെയാണോ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ആ വ്യക്തിയും പറയണം, നിങ്ങളും അത് എക്സ്പ്ലിറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാൾക്ക് ഒരു ബിസിനസ് എത്തിച്ചു കൊടുത്താൽ അത് നിങ്ങളുടെ ഫേവറോട് കൂടിയാണ് ആ ബിസിനസ് അയാൾക്ക് കിട്ടിയതെന്ന് അയാൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ആ നെറ്റ്വർക്കിംഗ് അവിടെ എൻഹാൻസ് ചെയ്യപ്പെടുന്നുള്ളൂ. അതിൽ രണ്ടാമത്തേത് ബി സെലക്റ്റീവ് എന്നുള്ളതാണ്. എല്ലാ റെഫറൻസുകളും ക്വാളിറ്റി ഉള്ളതായിക്കൊള്ളണമെന്നില്ല. കിട്ടുന്നതെല്ലാം റെഫർ ചെയ്യുക എന്നുള്ളതിൽ ഉപരി ക്വാണ്ടിറ്റിയേക്കാൾ ഉപരി ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഒരു ക്ലയൻറ്റിന് അദ്ദേഹത്തിൻ്റെ സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു റെഫറൽ അത് ക്വാളിറ്റി ഇല്ലാത്തതാണ് എങ്കിൽ വെറുതെ അദ്ദേഹത്തിൻ്റെ സമയവും അദ്ദേഹത്തിൻ്റെ എഫേർട്ടും നഷ്ടപ്പെടുക എന്നുള്ളതല്ലാതെ ഒരു കാര്യവും അതുകൊണ്ട് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു മതിപ്പില്ലാതാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന റെഫറൻസുകളെല്ലാം ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതായത് ബി സെലക്റ്റീവ്. എപ്പോഴും നിങ്ങൾ സെലക്റ്റീവായിട്ട് വേണം റെഫറൻസുകൾ കൊടുക്കാൻ. ക്വാളിറ്റിയുള്ള റെഫറൻസുകൾ മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ. അപ്പോൾ മാത്രമേ നിങ്ങളെക്കുറിച്ച് ആർക്കാണോ നിങ്ങൾ റെഫറൻസ് കൊടുക്കുന്ന അയാൾക്ക് മതിപ്പുണ്ടാകുകയുള്ളൂ. നിങ്ങളും അവരും തമ്മിലുള്ള ആ ബന്ധം നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യപ്പെടുകയുള്ളൂ. അടുത്ത ഹെഡ് വരുന്നത് കമ്മ്യൂണിക്കേഷനാണ്. വ്യക്തിയാണെങ്കിലും ബിസിനസ്സുകാരനാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഏത് മേഖലയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഹെഡിൽ തന്നെ ആദ്യത്തേത് വരുന്നത് ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മാത്രമേ വളരെ നന്നായിട്ട് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം നല്ലൊരു ലിസണറായി മാറുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ ഇഷ്ടപ്പെടണം, അതിന് സമയം കണ്ടെത്തണം. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. മാത്രമല്ല അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവരുടെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കാരണമാകും. മാത്രമല്ല നിങ്ങളുടെ ബിസിനസ്സിലും അത് മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. അടുത്തത് കോൾ പീപ്പിൾ ഫ്രം ടൈം ടു ടൈം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളെ നെറ്റ്വർക്കിലുള്ള ആളുകളെ നിങ്ങൾ ഫോണിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. കാരണം നിങ്ങൾ ഓരോ കോൾ വിളിക്കുമ്പോഴും നിങ്ങൾക്ക് അവർ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുപോലെ അവർ നിങ്ങൾക്ക് വിളിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തോ നല്ലൊരു ഫീലിംഗ് ഉണ്ടാകുന്നില്ലേ? അതുപോലെ തന്നെയാണ് തിരിച്ചറിയുക. നിങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവരുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഏത് തരം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏത് തരം ബിസിനസ് ആണ് എങ്കിലും അതറിയാതെ നിങ്ങളിലേക്ക് എത്തിപ്പെടും എന്ന് മറക്കാതിരിക്കുക. അടുത്തത് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു മീറ്റ് പീപ്പിൾ എന്നുള്ളതാണ്. സമയം കിട്ടുമ്പോഴൊക്കെ അവസരങ്ങൾ ലഭ്യമാകുമ്പോഴൊക്കെ നിങ്ങളുടെ കണക്ടിവിറ്റിയിലുള്ള നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള ആളുകളെ കാണാനും സംസാരിക്കാനും ഇടപഴകാനും ഒരുമിച്ചൊരു ചായ കുടിക്കാനും ഒരുമിച്ച് സംസാരിച്ചിരിക്കാനും എല്ലാം നിങ്ങൾ സമയം കണ്ടെത്തണം. അതൊക്കെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കാരണങ്ങളാണ്. ആ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഈ രീതിയിലും നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് എൻഹാൻസ് ചെയ്യാവുന്നതാണ്. മീറ്റിംഗ്സ് ആൻഡ് സെമിനാർസ് മേക്ക് ഇറ്റ് എ പോയിന്റ് ടു മീറ്റ് ഡിഫറെൻറ്റ് പീപ്പിൾ എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു മീറ്റിങ്ങിലോ ഒരു സെമിനാറിലോ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് കൊണ്ടായിരിക്കും നമ്മൾ ആക്ട് ചെയ്യുന്നത്, നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇടത്ത് പോയി ഇരിക്കുന്നു, നമുക്ക് ഏറ്റവും പരിചയമുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പ്രോഗ്രാം കഴിയുമ്പം അത്തരം ആളുകളോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോരും. അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ ചെന്നാൽ വ്യത്യസ്ത ആളുകളുമായിട്ട് മീറ്റ് ചെയ്യാനും അവർക്കിടയിൽ നിങ്ങളെയും നിങ്ങളുടെ ബിസിനസ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങൾ സമയം കണ്ടെത്തുകയും ആ രീതിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ടിവിറ്റി, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളുടെ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും അതിലൂടെ നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് എൻഹാൻസ് ചെയ്യാനുമുള്ള അവസരം കിട്ടുന്നു. ഇതിലൂടെ എല്ലാവരിലും നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് ഒരു അറിയിപ്പ് നൽകാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തത് ബി വില്ലിംഗ് ടു ഗോ ബിയോണ്ട് യുവർ കംഫർട്ട് സോൺ എന്നുള്ളതാണ്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എവിടെയും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു വ്യക്തി എന്നുള്ള നിലക്കും, ബിസിനസ്സുകാരൻ എന്നുള്ള നിലക്കും, ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ആ ബലം കുറഞ്ഞ കംഫോർട്ട് സോൺ പൊട്ടിച്ചുകൊണ്ട് നമ്മൾ പുറത്ത് കിടക്കുകയും എല്ലാവരുമായും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വളരെ ഭംഗിയായി എല്ലാവരെയും ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ അസേർട്ടീവായിട്ടും എംപത്തറ്റിക്കായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബിഹേവ് ചെയ്യാനും കഴിയുമ്പോൾ നമ്മുടെ കംഫോർട്ട് സോൺ പൊട്ടിച്ച് നമ്മൾ പുറത്ത് കിടക്കുകയാണ്. അങ്ങനെ കടന്നുകൊണ്ട് എല്ലാവരെയും ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മളെ ഓരോരുത്തരും ഓർത്തിരിക്കും. അവരുടെയൊക്കെ മനസ്സിൽ ഒരു പുഞ്ചിരിക്കുന്ന ഒരു മുഖമായി തൂങ്ങിക്കിടക്കാൻ നമുക്ക് കഴിയും. അത് നമ്മളെ നെറ്റ്വർക്കിംഗ് എൻഹാൻസ് ചെയ്യാൻ ഉപകാരപ്പെടും. കമ്മ്യൂണിക്കേഷൻ ഹെഡിൽ അവസാനത്തേത് ആസ്ക് വാട്ട് യു വാണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചോദിക്കുന്നതേ നമുക്ക് കിട്ടൂ. പഴയൊരു ചൊല്ലുണ്ടല്ലോ, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ആരുമായിട്ട് സംസാരിക്കുമ്പോഴും നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചും നമ്മുടെ താല്പര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ് മേഖലയിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ബിസിനസ് എന്താണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കാനും നമ്മുടെ മാർക്കറ്റ് ഏതാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കഴിയുമ്പോൾ മാത്രമാണ് അവർ നിങ്ങളുമായി നെറ്റ്വർക്കിംഗ് ഉള്ളവരാണ് എങ്കിൽ, നിങ്ങളുമായി കണക്ഷൻ ഉള്ളവരാണ് എങ്കിൽ, അവരുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ അല്ലെങ്കിൽ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ബിസിനസ്സുകൾ വരെ നിങ്ങളിലേക്ക് എത്തിച്ചു നൽകാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ മറക്കാതിരിക്കുക. അടുത്ത ഹെഡ് വരുന്നത് ഫോളോ അപ്പ് ആണ്. നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും ഫോളോ അപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഫോളോ അപ്പ് ഹെഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നെറ്റ്വർക്കിംഗ് എൻഹാൻസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തത് സെൻഡ് എ പ്രോംപ്റ്റ് നോട്ട് ആഫ്റ്റർ മീറ്റിംഗ് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ചില സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളവിടെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആ മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾ അവർക്ക് ഒരു പ്രോംപ്റ്റ് നോട്ട് അയക്കണമെന്നുള്ളതാണ്. അത് കഴിയുന്നതും ഒരു റിട്ടേണായി ഒരു കവറിൽ എൻവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ അയക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അതോടൊപ്പം നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്ന വല്ല ഗിഫ്റ്റുകളും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ എന്നും നിങ്ങളെ ഓർത്തിരിക്കും. അതിൽ നിങ്ങൾ സൂചിപ്പിക്കേണ്ടത് നിങ്ങളുമായി സംബന്ധിച്ച ആ സമയം എൻ്റെ ജീവിതത്തിൽ വളരെ നല്ല സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ആ സമയം ഒരിക്കലും മറക്കാൻ എനിക്ക് സാധിക്കില്ല എന്നുപോലെയുള്ള കോഴ്സുകളെല്ലാം ചേർത്തുകൊണ്ടുള്ള നോട്ട്സ് അയക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വളരെ നല്ലതാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ എഴുതി അയക്കണമെന്ന് പറഞ്ഞാൽ അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമായിരിക്കും. അറ്റ്ലീസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ട് ഒരു വാട്സപ്പിലൂടെയെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അടുത്തത് അക്നോളജ് പവർഫുൾ പ്രസൻറ്റേഷൻസ് ആൻഡ് ആർട്ടിക്കിൾസ് എന്നുള്ളതാണ്. നിങ്ങൾ പങ്കെടുത്ത ആ പ്രോഗ്രാമിൽ ഒരാളുടെ പ്രസൻറ്റേഷൻ, അയാളുടെ ബിസിനസ് പ്രസൻറ്റേഷൻ എന്ത് തന്നെയാകട്ടെ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ, വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് എത്തിയതിന് ശേഷമാണ് എങ്കിലും അവിടെ വെച്ചാണ് എങ്കിലും അയാളെ അപ്രിഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക. അയാൾക്ക് ഒരു അപ്രിഷിയേഷൻ ലെറ്റർ അയക്കാൻ നിങ്ങൾ മറക്കാതിരിക്കുക. ഈവൻ വാട്സപ്പിലൂടെയെങ്കിലും അയാളെ അപ്രിഷിയേറ്റ് ചെയ്യുക. അയാളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഇടമുണ്ടാകും, മറക്കാതിരിക്കുക. അടുത്തത് വെൻ യു റിസീവ് എ റെഫറൽ ഓർ എ ഹെൽപ്ഫുൾ മെസ്സേജ് ഡോണ്ട് ഫോർഗെറ്റ് ടു സെൻഡ് എ താങ്ക് യു നോട്ട്. നിങ്ങൾക്കൊരു റെഫറലോ ഒരു മെസ്സേജോ ഒരു ഹെൽപ്ഫുൾ മെസ്സേജോ ലഭ്യമായിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ട് അയക്കാൻ മറക്കാതിരിക്കുക. അദ്ദേഹത്തോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം, അദ്ദേഹത്തോട് എപ്പോഴും നന്ദി അറിയിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഓർഡറുകൾ, ആ കണക്ടിവിറ്റി, ആ കമ്മ്യൂണിക്കേഷൻ വീണ്ടും എൻഹാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിലൂടെ നിങ്ങളുടെ ബിസിനസ്സും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അടുത്തത് സെൻഡ് കൺഗ്രാജുലേറ്ററി കാർഡ്സ് ആൻഡ് ലെറ്റേഴ്സ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ നിങ്ങൾ പങ്കെടുത്ത മീറ്റിങ്ങിൽ വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ നന്നായിട്ടൊരു ആക്ടിവിറ്റി അവതരിപ്പിക്കുകയോ ചെയ്താൽ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാനും അവരെ അഭിനന്ദിക്കാനും മറക്കാതിരിക്കുക. അത്തരം നോട്ട്സുകളും അത്തരം മെസ്സേജുകളും അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സിൽ ഒരു ഇടം നേടാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ നെറ്റ്വർക്കിംഗ് വർദ്ധിപ്പിക്കാൻ ആവശ്യമുള്ള ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട്
നിങ്ങൾ നെറ്റ്വർക്കിംഗ് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിങ്ങിലൂടെ തന്നെ നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് വർദ്ധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടിയാണ് ഇന്ന് ധാരാളം ബിസിനസ് കമ്മ്യൂണിറ്റികൾ രൂപപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ജേക്കോം, JCIയുടെ നേതൃത്വത്തിലുള്ള ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലുള്ള ജേക്കോം എന്ന് പറയുന്ന ബിസിനസ് കമ്മ്യൂണിറ്റി അതിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ വേൾഡ് ലെവലിൽ ഏറ്റവും സക്സസീവ് ആയിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന BNI അതിൻ്റെ ഉദാഹരണമാണ്. ഇതുപോലെ ധാരാളം ബിസിനസ് കമ്മ്യൂണിറ്റികൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ബിസിനസ് കമ്മ്യൂണിറ്റികളിൽ അംഗങ്ങളാകുന്നതിനും അതല്ലെങ്കിൽ പുതിയ കമ്മ്യൂണിറ്റികൾ രൂപീകരിക്കുന്നതിനും അതുപോലെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.